ജെനറ്റിക്സ് ഓഫ് ലൈഫിലെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരുപാട് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് ഈ പ്രോട്ടീൻസ് ഉള്ളത്? നമ്മുടെ ഹെയറിലുണ്ട്, സ്കിന്നിലുണ്ട്, ചില ഹോർമോൺസ്, പിന്നെ ഒരുവിധം എൻസൈംസ് ഒക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണ്. ഹെയറിലാണെങ്കിൽ കെരാറ്റിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്, സ്കിന്നിലാണെങ്കിൽ കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ട്, ഹോർമോൺസിൽ ഇൻസുലിന്, ഗ്രോത്ത് ഹോർമോൺ, അതൊക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണ്. പിന്നെ ഡൈജഷൻ ആവശ്യമായിട്ടുള്ള എൻസൈംസ് ഒക്കെ എന്താണ്? പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഈ പ്രോട്ടീൻസ് എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് പ്രോട്ടീൻ സിന്തസിസ് എന്നുള്ളതാണ്. ഈ പ്രോട്ടീൻ സിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? സെല്ലിലാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. പ്രോട്ടീൻ സിന്തസിസിന് 2 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും 2 ട്രാൻസ്ലേഷനും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ DNA-യിലുള്ള ഇൻഫർമേഷനെ കോപ്പി ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ DNA-യിലാണ് നമ്മൾ ഇൻഫർമേഷൻസ് എല്ലാം ക്യാരി ചെയ്യുന്നത്. പക്ഷേ ഈ DNA-ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോട്ടീൻ സിന്തസിസിന് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ DNA അതിൻ്റെ ഇൻഫർമേഷൻസ് കോപ്പി ചെയ്യും. അങ്ങനെ കോപ്പി ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കോപ്പി ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് എന്ത്? mRNA. ഓക്കെ, ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്കറിയാം നമ്മുടെ സെല്ലിലെ ന്യൂക്ലിയസിനുള്ളിലാണ് DNA ഉള്ളത്. അപ്പോൾ DNA-യിലെ ജീനിലാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ക്യാരി ചെയ്യുന്നത്. എന്തിന്? ഓരോ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ക്യാരി ചെയ്യുന്നത് ജീൻസിലാണ്. പക്ഷേ ഈ DNA നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ തന്നെ ഇങ്ങനെ ഭയങ്കര പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. അതിനിങ്ങനെ സെല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഓടി കളിക്കാനൊന്നും പറ്റില്ല. അതുപോലെ DNA എന്താണ്? ഭയങ്കര ലോങ് ആണ്. നമ്മൾ പാക്ക് ചെയ്തിട്ട് കണ്ടൻസ് ചെയ്ത് നമ്മൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വെച്ചേക്കാണ് അല്ലേ. അപ്പോൾ ഈ DNA-നെ നമ്മളിങ്ങനെ പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി എടുക്കുകയാണെങ്കിൽ DNA ഡാമേജ് ആയി പോകും. അതുകൊണ്ട് എന്താണ്? DNA ന്യൂക്ലിയസിനുള്ളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ DNA എന്ത് ചെയ്യും? DNA കോപ്പി ചെയ്യും. DNA-യിലെ ജീനിലെ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമുള്ള ജീനിനെ mRNA ആയിട്ട് കോപ്പി ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കോപ്പിയിങ് മെക്കാനിസത്തിനാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവിടെ പറയുമ്പോൾ ഓരോ സെല്ലിനും ചിലപ്പം ഓരോ പ്രോട്ടീൻ ആയിരിക്കും ആവശ്യം ഉണ്ടാവുക അല്ലേ. ഇപ്പം നമ്മുടെ ഹെയർ സെൽസ് ആണെങ്കിൽ നമുക്ക് അവിടെ കെരാറ്റിൻ പ്രോട്ടീൻ ആണ് ആവശ്യം. സ്കിൻ സെൽസ് ആണെങ്കിൽ നമുക്കവിടെ കൊളാജൻ ആണ് ആവശ്യം. ഇനിയിപ്പം മസിലാണെങ്കിൽ എന്താണ്? നമുക്കവിടെ എന്താ ആവശ്യം? ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ആണ് ആവശ്യം. അപ്പോൾ ഓരോ സെല്ലിനും ആവശ്യമുള്ള പ്രോട്ടീന് മാത്രം എന്ത് ചെയ്താൽ മതി? കോപ്പി ചെയ്താൽ മതി. മൊത്തം DNA നമ്മളിവിടെ കോപ്പി ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനിൻ്റെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ മെസ്സേജസ് മാത്രമാണ് നമ്മളിവിടെ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇതിപ്പോൾ ഒരു ബ്രെയിൻ സെല്ലാണെന്ന് വെച്ചോ, അല്ല ഒരു ന്യൂറോൺ ആണെന്ന് വെച്ചോ. ഈ ന്യൂറോൺ നമുക്കിവിടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇൻസുലിൻ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് സെല്ലിലാണ് അല്ലേ. അപ്പോൾ അതായത് ഓരോ സെല്ലിനും ഓരോരോ പ്രോട്ടീൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള മെസ്സേജസ് ആണ് എന്ത്? കോപ്പി ചെയ്യുന്നുള്ളൂ.